നമസ്കാരം. മറ്റൊരു വീഡിയോ എപ്പിസോഡിലേക്ക് സ്വാഗതം. 2 ദിവസം മുന്നേ ഞാനൊരു വീഡിയോ പോസ്റ്റ് ഇട്ടിരുന്നു. നമുക്ക് ഓൺലൈൻ സ്റ്റാഫ് മീറ്റിംഗ് നടത്താം, അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസ് നടത്താമെന്നൊക്കെ പറഞ്ഞിട്ട്. അത് ട്രയൽ നോക്കുമ്പോൾ അതിൽ വളരെ കുറച്ച് ആളുകളെ ഉൾപ്പെടുത്താൻ മാത്രമേ കഴിയുന്നുള്ളൂ. ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്യുമ്പോൾ അതിനുള്ള പോരായ്മ, അതിൻ്റെ വീഡിയോ ക്ലാരിറ്റിയും അതേപോലെ തന്നെ ഓഡിയോ ക്ലാരിറ്റിയൊക്കെ നഷ്ടപ്പെടണം. അപ്പോൾ ഇന്ന് പരിചയപ്പെടുന്ന അതിനേക്കാൾ മികച്ച 100 ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നടത്താൻ പറ്റിയ ഒരു വീഡിയോ കോൺഫറൻസിങ് നടത്താൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ നമുക്ക് പരിചയപ്പെടാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ആപ്ലിക്കേഷൻ്റെ പേര് സൂം ക്ലൗഡ് മീറ്റിംഗ്സ് എന്നാണ്. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക, അതേപോലെ തന്നെ ഇതിൽ അക്കൗണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നൊക്കെ ചെയ്യേണ്ടത് ജസ്റ്റ് വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക. അതിനുശേഷം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ്റെ പേര് പറഞ്ഞു സൂം ക്ലൗഡ് മീറ്റിംഗ്സ്. 29 MB ഉള്ള ഒരു ചെറിയ ആപ്ലിക്കേഷനാണ്. 4 റേറ്റിംഗ് ഉണ്ട്. 5ൽ 4 റേറ്റിംഗ് ഉള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ ഇമേജിന് നമുക്ക് കാണാവുന്നതാണ് ഒരു വീഡിയോ കോളിൻ്റെ ബ്ലൂ കളറിലൊരു ചിഹ്നമാണ്. അപ്പോൾ നല്ല ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇതിനാദ്യം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിർബന്ധമായും ഇത് ഉപയോഗിക്കുമ്പോൾ ഹെഡ്ഫോൺ ഉപയോഗിച്ചിരിക്കണമെന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ ഓഡിയോ ക്ലാരിറ്റി കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഹെഡ്ഫോൺ നിർബന്ധമായിട്ടും ഉപയോഗിക്കണം. അപ്പോൾ ആപ്ലിക്കേഷൻ എല്ലാവരും ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്താൽ ഈ കാണുന്ന പോലെയുള്ള ഒരു ഇൻ്റർഫേസാണ് നമുക്ക് കാണുക. ഇവിടെ ഈ ഭാഗത്തേക്ക് സ്വൈപ്പ് ചെയ്താൽ ഇതിൻ്റെ കുറച്ച് ട്യൂട്ടോറിയൽസ് നമുക്ക് കാണാവുന്നതാണ്. ഇതിൽ താഴെ ജോയിൻ എ മീറ്റിംഗ് എന്നുണ്ട്. നമുക്കൊരു മീറ്റിംഗ് ID ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാം. ഇവിടെ മീറ്റിംഗ് ID നമ്പർ ആയിരിക്കും. ആ നമ്പർ അടിച്ചുകൊണ്ട് ഇതിൽ അക്കൗണ്ട് ഉണ്ടാക്കാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ജോയിൻ ചെയ്യാം. പക്ഷേ ഞാൻ ആദ്യമായി ഇതിൽ അക്കൗണ്ട് ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ നമ്മൾ മറ്റ് മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ സൈനപ്പ് എന്ന് നൽകുക. സൈനപ്പ് എന്ന് നൽകിയ ശേഷം നമ്മുടെ മെയിൽ ID നൽകുക. അതേപോലെ തന്നെ നമ്മുടെ മെയിൽ IDൻ്റെ ഒരു നെയിമും സെക്കൻഡ് നെയിമും കൊടുക്കുക. അത് കൊടുത്ത് സൈനപ്പ് എന്ന് നൽകുക. അപ്പോൾ നമ്മുടെ മെയിലിലേക്ക് ഒരു മെസ്സേജ് വെച്ചിട്ടുണ്ട്, വി സെൻഡ് ആൻ ഇമെയിൽ ടു വെരിഫൈ യുവർ അക്കൗണ്ട്. നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യണം എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ്. അതിനുവേണ്ടി നമ്മുടെ മെയിൽ ID ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഫോണിലുള്ള അതേ മെയിൽ ID ആണ് കൊടുത്തതെങ്കിൽ അത് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ നൽകിയിട്ടുള്ള മെയിൽ ID ഓപ്പൺ ചെയ്യുക. മെയിൽ ID ഓപ്പൺ ചെയ്താൽ സൂമിൽ നിന്ന് നമുക്കൊരു മെയിൽ ലഭിക്കും. മെയിൽ ലഭിച്ചിട്ടില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അല്പസമയത്തിനൊക്കെ നമുക്ക് സൂമിൽ നിന്ന് ഒരു കൺഫർമേഷൻ മെയിൽ ലഭിക്കും. സൂമിൽ നിന്ന് മെയിൽ വന്ന് കഴിഞ്ഞു. ജസ്റ്റ് ആ മെയിലൊന്ന് ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്താൽ താഴെ ആക്ടിവേറ്റ് അക്കൗണ്ട് എന്ന് കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ബ്രൗസർ 1-2 പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അതുണ്ടെങ്കിൽ അത് അലോ നൽകുക. ശേഷം നമ്മുടെ ഈ സൂമിൻ്റെ അക്കൗണ്ട് ഒരു പേജിലേക്ക് ഇത് പോകുന്നതാണ്. ഇവിടെ വെച്ച് നമ്മൾ ഈ സൂമിന് ആവശ്യമായ ഒരു പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ കൊടുത്ത പേര് അവിടെ ഉണ്ട്. ഒരു പാസ്വേഡ് കൊടുക്കേണ്ടതുണ്ട്. പാസ്വേഡ് മിനിമം 8 ക്യാരക്ടേഴ്സ് വേണം. അതിലൊരു നമ്പർ വേണം, സ്മോൾ ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സും വേണം. ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് 2 പ്രാവശ്യം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് ശേഷം കണ്ടിന്യൂ എന്ന് നൽകുക. ഇപ്പോൾ നമ്മുടെ കണ്ടിന്യൂ നൽകി കഴിഞ്ഞാൽ നമ്മുടെ ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് അവസാനിച്ചു. ഇനി നമ്മൾ സൂം എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇപ്പുറത്ത് കാണുന്ന സൈൻ ഇൻ എന്ന് നൽകുക. നമ്മൾ നേരത്തെ കൊടുത്ത മെയിൽ ID അവിടെ ഉണ്ടാവും. ഇവിടെ നമ്മൾ പാസ്വേഡ് ഉണ്ടാക്കിയ പാസ്വേഡ് നൽകുക. എന്നിട്ട് ഓക്കെ നൽകുക. അപ്പോൾ ഇവിടെ സൂമിൻ്റെ വിൻഡോയിൽ ഓപ്പൺ ചെയ്തു. ഇതാണ് സൂമിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ടുള്ള സൂമിൻ്റെ വിൻഡോ. ഇതാണ്. ഇവിടെ വെച്ചാണ് നമുക്കിനി മീറ്റിംഗ് ആരംഭിക്കേണ്ടതും അതേപോലെ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യേണ്ടതുമൊക്കെ. ഇവിടെ മുകളിൽ 1-2 ഐക്കൺ കാണുന്നുണ്ട്. താഴെ മീറ്റിംഗ്സ് എന്ന് കാണുന്നുണ്ട്. ഇതാണ് എൻ്റെ പേഴ്സണൽ മീറ്റിങ്ങിൻ്റെ ID. ഈ ID ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് ഇതിലേക്ക് നമുക്ക് ആളുകളെ ക്രിയേറ്റ് ചെയ്യാം. ഈ ID ഞാനൊന്ന് ഷെയർ ചെയ്യുന്നു. ഇത് സെൻഡ് കൊടുത്ത് കോപ്പി എന്ന് നൽകുക. വാട്സാപ്പ് വഴി നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ സെൻഡ് ചെയ്തതിൻ്റെ ഒരു ഫോർമാറ്റ്. ഇനി ഇതിലുള്ള ഈ മീറ്റിംഗ് ID ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരിട്ട് ഇതിലേക്ക് നമ്മുടെ ചാറ്റ് റൂമിലേക്ക് വരാവുന്നതാണ്. ഇവിടെ ഇനി ഒരാൾക്ക് നേരിട്ട് ഈ നമ്പർ അറിയുമെന്നുണ്ടെങ്കിൽ ഈ മീറ്റിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഇവിടെ ജോയിൻ മീറ്റിംഗ് എന്ന് നൽകിയിട്ട് അവിടെയുള്ള ഈ പേഴ്സണൽ റൂമിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്താൽ നമുക്കതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ സൂം എന്നുള്ള വീഡിയോ കോൺഫറൻസിങ് സോഫ്റ്റ്വെയറാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള
വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക. താങ്ക് യു. വീഡിയോ കോൺഫറൻസിൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള മറ്റു വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.